റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസിലേക്ക് ക്ഷണമുണ്ടെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസ് കൊട്ടാരക്കരയിൽ മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. കൊട്ടാരക്കര കിട്ടിയില്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തയ്യാറല്ലെന്നും ഉഷ മോഹൻദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പലരും എന്നെ സമീപിച്ചു, പക്ഷെ അത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്ഷണമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുന്ന ഒരു വ്യക്തിപരമായ ബന്ധമുള്ള സ്ഥലം. ഞാൻ ജനിച്ച് വളർന്ന് പഠിച്ച് ജീവിച്ച സ്ഥലമാണ്. വ്യക്തിപരമായിട്ട് പല ബന്ധങ്ങളുമുണ്ട്. അതുകൊണ്ട് കൊട്ടാരക്കരയാണെങ്കിൽ ആലോചിക്കാം എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഇപ്പം ഇനി അതേപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ സ്ഥലമല്ലേ, അത് അവിടെ ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. അച്ഛൻ കൊട്ടാരക്കര വിട്ട് വേറെ ഒരു മണ്ഡലത്തിലും പോയിട്ടില്ല. റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകും. റഹീസ്, തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഉഷ മോഹൻദാസ് ഇറങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ചർച്ചകൾ ഏത് തരത്തിലാണ് തുടരുന്നത് റഹീസ്? ഉഷ മോഹൻദാസിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വമാണ് നടത്തുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് ചർച്ചകളും മറ്റും നടത്തുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം, ഉഷ മോഹൻദാസിനോട് സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതൃത്വം കണ്ടിരുന്നത് കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലിനെ എതിർ സ്ഥാനാർത്ഥിയായി നിർത്താമെന്നതായിരുന്നു. പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ തട്ടകം എന്ന നിലയിൽ കൂടി ഉഷ മോഹൻദാസിന് അവിടെ വലിയ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് കരുതുകയും ചെയ്തു. പിന്നീടാണ് CPIM-ൽ നിന്ന് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നത്. അതോടുകൂടി അവിടെ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയാകും എന്നത് ഏതാണ്ട് ഉറപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി പാർട്ടിയിലേക്ക് പോകുന്നത് സംബന്ധിച്ച ഒരു ചർച്ചകളിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഉഷ മോഹൻദാസ് പറയുന്നത്. സഹോദരൻ കെ ബി ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് മത്സരിക്കാൻ ഞാനില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. മറ്റു സീറ്റുകളിൽ ചിലപ്പോൾ കോൺഗ്രസിന് തനിക്ക് സീറ്റ് നൽകാൻ കഴിയും, പക്ഷേ കൊട്ടാരക്കര അല്ലാതെ മറ്റൊരിടത്തും മത്സരിക്കാനില്ല എന്ന നിലപാട് അവർ എടുക്കുന്നുണ്ട്. എങ്കിലും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ തുടരുകയാണ് എന്നാണ് പല നേതാക്കളോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആര്യ. ഓക്കെ, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.